നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് ആദ്യം പ്രധാന വാർത്തകൾ. വിശദമായ വാർത്തകളിലേക്ക്. മഴ തുടരുന്നു. താമരശ്ശേരി കട്ടിപ്പാറയിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. 6 പേരെ കൂടി കണ്ടെത്താനുള്ള സാഹചര്യത്തിൽ കൂടുതൽ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തും. ദുരന്ത നിവാരണ സേനയുടെ ഒരു യൂണിറ്റ് കൂടി സ്ഥലത്തെത്തി. വിവരങ്ങളുമായി കട്ടിപ്പാറയിൽ നിന്ന് പ്രദീപ് നാരായണൻ ചേരുകയാണ്. പ്രദീപ്, തെരച്ചിൽ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? കാലാവസ്ഥ ഒക്കെ തന്നെയും തെരച്ചിലിന് അനുകൂലമായ ഒരു സാഹചര്യമാണോ ഇന്ന് അവിടെയുള്ളത്? ഗോപിക, തീർച്ചയായും അനുകൂലമായ കാലാവസ്ഥയിലാണ് ഇന്ന് തെരച്ചിൽ പുനരാരംഭിച്ചത്. രാവിലെ 7 മണിക്കാണ് തെരച്ചിൽ ആരംഭിച്ചത്. എന്തായാലും ഇപ്പോൾ ഈ നേരത്തെ വീടുകൾ നിന്നിരുന്ന സ്ഥലത്ത് പാറകളാണ് ഇപ്പോൾ പൊട്ടിക്കുന്നത്. കാരണം ഇന്നലെ ഇവിടങ്ങളിലെ മണ്ണൊക്കെ നീക്കിയതെങ്കിലും ഒരു മൃതദേഹം മാത്രമാണ് കണ്ടെടുക്കാനായത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടങ്ങളിലെ പാറകൾ ഉൾപ്പെടെ പൊട്ടിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു സംഘം ഇതിൻ്റെ മലയുടെ താഴ്വാരത്തോട്ട് പോയി അവിടെ തിരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ തിരച്ചിലിന് എത്തുന്ന സന്നദ്ധ പ്രവർത്തകരെ 6 സംഘങ്ങളായി തിരിച്ചുകൊണ്ടാണ് തിരച്ചിൽ നടത്തുന്നത്. ഈ 6 സംഘങ്ങൾ ഈ മലയുടെ താഴ്വാരത്തെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തും. ഒപ്പം തന്നെ ഇതിന് സമാന്തരമായി തൊട്ടപ്പുറത്തുള്ള പുനൂർ പുഴയുടെയും അതുപോലെ തന്നെ അതിന് കൈവഴിയായ ഒരു തോടുണ്ട്. ആ തോട് ഇതിനകം മണ്ണാൽ നികത്തപ്പെട്ട നിലയിലാണ്. ഈ തോടിലും തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ എന്തായാലും തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിൽ തിരച്ചിൽ മുന്നോട്ട് പോവുകയാണ്. ഈ അപകടം നടന്നു എന്ന് പറയപ്പെടുന്ന ഈ 4 വീടുകൾ നിലനിന്ന സ്ഥലത്തെ പാറകളാണ് ഇന്ന് പ്രധാനമായും ഈ സ്ഥലത്ത് നിന്നും പൊട്ടിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 150ഓളം വരുന്ന സന്നദ്ധ പ്രവർത്തകരാണ് ഈ തിരച്ചിൽ പങ്കാളികളാവുന്നത്. അപ്പം ഇവർ എല്ലാവരും ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുന്നതിൽ കാര്യമില്ല എന്ന വിലയിരുത്തലിലേക്ക് ഇന്നലെ തന്നെ എത്തിയിരുന്നു. അതുകൊണ്ടാണ് 6 സംഘങ്ങളായി തിരിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായത്. രാവിലെ 7 മണിക്കാണ് തിരച്ചിൽ ആരംഭിച്ചത്. NDRFിൻ്റെ ഒരു സംഘം കൂടി ഇപ്പോൾ ഈ കട്ടിപ്പാറയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 27 അംഗ സംഘമാണ് എത്തിയത്. ഇത് സ്പെഷ്യൽ എക്സ്കവേഷൻ ടീം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഫോട്ടോ എക്സ്റേ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തും എന്ന കാര്യം ഇന്നലെ തന്നെ റവന്യൂ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ വിപുലമായ സംവിധാനങ്ങളോട് കൂടിയാണ് ഇന്ന് തിരച്ചിൽ നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയായതിനാൽ തിരച്ചിൽ സുഖകരമായിരിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് അധികൃതർ പങ്കുവെക്കുന്നത്. ഗോപിക, താമരശ്ശേരി കട്ടിപ്പാറയിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. 6 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. തിരച്ചിലിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അനുകൂലമായ കാലാവസ്ഥയാണ് എന്നാണ് കട്ടിപ്പാറയിൽ നിന്ന് പ്രദീപ് നാരായണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ ശബ്ദത്തോടെ മലമുകളിൽ നിന്നും കരിങ്കൽ കൂട്ടങ്ങൾ താഴേക്ക് പതിച്ചതിന്റെ ഞെട്ടലിലാണ് കട്ടിപ്പാറ കരിഞ്ചാലിലെ മുഹമ്മദ് അലി. നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിയ ദുരന്തത്തിന്റെ ദൃക്സാക്ഷിയാണ് മുഹമ്മദ് അലി. ഒരു നാടാകെ ദുരന്തഭൂമിയിൽ തിരച്ചിൽ നടത്തുമ്പോൾ കരിഞ്ചാൽ മലയുടെ താഴ്വാരത്തെ മുഹമ്മദ് അലിക്ക് ഇനിയും ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. വ്യാഴാഴ്ച പുലർച്ചെ 5:30 സുബഹി നമസ്കാരത്തിന് ശേഷം വീട്ടിലിരിക്കവെയാണ് കിഴക്ക് വശത്തെ മലമുകളിൽ നിന്നും സ്ഫോടനത്തിന് സമാനമായ ശബ്ദമുയർന്നത്. വീടിന് പുറത്തേക്കിറങ്ങിയപ്പോൾ മണ്ണും തെങ്ങുകളും ഒലിച്ചു വരുന്നു. നിമിഷ നേരം കൊണ്ടാണ് എല്ലാം സംഭവിച്ചത്. പെട്ടെന്നൊരു പൊട്ടോടി സൗണ്ട് കേൾക്കുന്നത്, ഭയങ്കര ഉരുണ്ട് വരുന്നത്, അത് കല്ലൊക്കെ ഉരുന്ന് അത് വീടിന് അത് കുലുക്കം കുടുങ്ങി. വീട് ഞങ്ങൾ കിടക്കുന്ന കട്ടിലൊക്കെ ഇങ്ങനെ ഇളകിയിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് എണീറ്റ് എല്ലാവരും പുറത്തു കിടന്നു. പുലർച്ചെ തന്നെ കരിഞ്ചാലിന്റെ മറുഭാഗത്ത് നേരിയ ഉരുൾപൊട്ടലുണ്ടായെന്ന വിവരം ലഭിച്ചിരുന്നെങ്കിലും തങ്ങളുടെ പ്രദേശത്ത് കൂടി നാശം വിതക്കുമെന്ന് ഇവിടുത്തുകാർ കരുതിയിരുന്നില്ല. മുഹമ്മദ് അലിയുടെ വീടിന് മുകളിൽ പതിക്കേണ്ട കല്ലുകൾ തലനാരിഴയ്ക്ക് മാറി പതിച്ചു. ഈ 2 വീടും കാണത്തില്ല. ഈ 2 വീട് മാത്രമല്ല, താഴെയുള്ള 2-3 വീടുകളും പോവായിരുന്നു. കാരണം ഇതിന്റെ ഒരു ഭീകരത മനസ്സിലാണ്. ഈ ഭാഗത്ത് ഈ വീടിന്റെ 2 വീടിന്റെ ഒരു 30 മീറ്റർ മുകളിലായിട്ട് ദിശ മാറിയതാണ്. ഇവിടെ വന്ന് ഉരുൾപൊട്ടൽ ഇതിലിങ്ങോട്ട് വന്നിട്ട് ഒരു 10 അടി ഇങ്ങോട്ട് തെന്നി നീങ്ങാൻ ഉരുൾപൊട്ടൽ പോയതാണ്. കൂട്ടുകാരെ വിളിച്ചുകൂട്ടി മുഹമ്മദ് അലിയും രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. പക്ഷേ അപ്പോഴേക്കും മുഹമ്മദ് അലിയുടെ ഉറ്റബന്ധുക്കൾക്കുൾപ്പെടെ ജീവൻ നഷ്ടമായിരുന്നു. പ്രദീപ് നാരായണൻ, ന്യൂസ് 18, കോഴിക്കോട്. മഴ മൂലം വെള്ളം കയറിയതിനാൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ ഗതാഗതം തടസ്സപ്പെടുന്ന നിലയിലാണ്. KSRTC ബസ്സുകൾ ഭാഗികമായി മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. ഇരുചക്ര വാഹനങ്ങൾക്കാണ് കൂടുതൽ ദുരിതം. 28 കിലോമീറ്ററുള്ള ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ 8 ഇടങ്ങളാണ് വെള്ളത്തിനടിയിലായത്. മേപ്രാൽ കവലയിൽ 3 അടി പൊക്കത്തിൽ റോഡിൽ വെള്ളം കയറി.
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം ഫയർഫോഴ്സൊക്കെ വന്ന് കിടന്ന് വെള്ളം അടിച്ച് കളയുന്ന സിറ്റുവേഷനൊക്കെയാണ്. നമ്മുടെ അവിടെ തീപിടുത്തം ഉണ്ടാകുമ്പോഴും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഈ ഫയർഫോഴ്സിനെയൊക്കെ കണ്ടിട്ടുള്ളത്. ഇത് ടൂ വീലറുകാരെ സംബന്ധിച്ചിടത്തോളം ബാക്കി വരുന്ന വണ്ടിക്കാർക്ക് വലിയ സീനില്ല. ടൂ വീലറുകാർ മൊത്തം വെള്ളം തെറിപ്പിച്ച് ദേഹത്തിട്ടിട്ട് പോകുന്ന ആ ഒരു പ്രതീതിയാണ്. റോഡിന്റെ ഇരുവശവും വീടുകളും വെള്ളത്തിലാണ്. കിഴക്കൻ മേഖലയിൽ നിന്നും AC കനാലിലേക്ക് ഒഴുകിയെത്തിയ ജലം കരകവിഞ്ഞതാണ് വെള്ളപ്പൊക്കത്തിന് കാരണം. റോഡും കനാലും വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം അപകടകരമാണ് സാഹചര്യം. മഴ പെയ്താൽ വീണ്ടും ഇങ്ങനെ ഇതിന്ന് കയറും. ഇത് ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് പൊക്കുക, റോഡ് കുറച്ചുകൂടെ പൊക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. യാത്രയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ജലനിരപ്പ് ഇനിയും ഉയർന്നാൽ സർവീസുകൾ വഴിതിരിച്ചു വിടേണ്ടി വരുമെന്ന് KSRTC അറിയിച്ചു. ന്യൂസ് 18 ആലപ്പുഴ. മഴ കനത്തതോടെ കരിയോയിലും ഡീസലും നിറഞ്ഞ വെള്ളക്കെട്ടിൽ ദുരിതം അനുഭവിക്കുകയാണ് കൊച്ചിയിലെ 4 നിർധന കുടുംബങ്ങൾ. എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള പുറമ്പോക്ക് കോളനിയിൽ താമസിക്കുന്ന ഇവർക്ക് വീടുകളിലേക്ക് കയറാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. ഇത് ബേബി ചേച്ചി. കഴിഞ്ഞ 2 ദിവസത്തിലധികമായി വീട്ടിലേക്ക് പോകാൻ കഴിയാതെ ഇങ്ങനെ നോക്കി നിൽപ്പാണ്. ഇതുപോലെ വേറെയുമുണ്ട് 4 കുടുംബങ്ങൾ. പലരും വീട് വിട്ടിരിക്കുന്നു. വെള്ളക്കെട്ടെന്ന് പറയാൻ കഴിയില്ല. കരിയോയിലും ഡീസലും എല്ലാം കൂടി കലർന്ന കറുത്ത ഒരു ദ്രാവകം. അത് ഈ പുറമ്പോക്കിലെ ജീവിതങ്ങളെ ആകെ വിലയം ചെയ്തിരിക്കുന്നു. മഴക്കാലം ഇവർക്കെപ്പോഴും ഇങ്ങനെ തന്നെയാണ്. കമ്മിലിസർ ഞങ്ങൾ നോക്കാറില്ല അവരാരും. പിന്നെ ഹൈവീടെ അവരൊക്കെ വന്ന് നോക്കി അവിടെ വന്ന് നോക്കിയിട്ട് വരികയുള്ളൂ. ഇങ്ങോട്ട് കടക്കേ പിടിക്കുക ചെയ്തിട്ടില്ല. ഇത്രയൊക്കെ അവർ കണ്ടിട്ട് ഒരു പാലം ഇട്ട് തരിക അല്ലെങ്കിൽ പായൽ വായിക്കുക ഒന്നും ചെയ്യില്ല. ഒരു വീടെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറ്റി തന്നെങ്കിൽ അത്രയും വലിയ ഉപകാരം. റെയിൽവേ ഭൂമിയിലൂടെ വഴി നടക്കാനുള്ള അവകാശം നേരത്തെ ജില്ലാ കളക്ടറായിരുന്ന രാജമാണിക്യം വാങ്ങി നൽകി. അല്ലെങ്കിൽ ദുരിതം ഇനിയും കൂടിയാനെ. ഇപ്പോൾ ആരും സഹായത്തിനില്ലാത്ത അവസ്ഥയാണ്. 24 കൊല്ലമാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായി മതിൽ കെട്ടിയത്. മതിൽ കെട്ടിയ ശേഷം വെള്ളം എടുക്കാനുള്ള സൗകര്യമില്ല. ഇപ്പോൾ ഈ കരിയോയിൽ കയറി തിങ്ങി നിൽക്കുക. അതിനകത്തേക്ക് പെരയ്ക്കകത്തേക്ക് കയറാൻ പറ്റത്തില്ല, ഇറങ്ങാൻ പറ്റത്തില്ല. കയറിയാൽ ഇറങ്ങാൻ പറ്റത്തില്ല, ഇറങ്ങിയാൽ കയറാനും പറ്റത്തില്ല. ആ അവസ്ഥയാണ്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കുത്തിയിരുന്നാണ് നേരം വെളുപ്പിക്കണത്. അകത്ത് മൊത്തം വെള്ളം കയറി കിടക്കുകയാണ്. കരിയോയിലും വെള്ളമാണ്. എല്ലാ വീട്ടിലും വെള്ളവും കരിയോയിലുമാണ്. അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇത്രയും ദിവസമായിട്ട്. സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന റെയിൽവേ ഡീസൽ എഞ്ചിൻ യാർഡിൽ നിന്നുമാണ് ഉപയോഗശൂന്യമായ ഓയിലും ഡീസലും ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. എന്നാൽ പുറമ്പോക്കിലെ താമസക്കാർക്ക് എന്തവകാശങ്ങൾ എന്ന നിലപാടിലാണ് അധികാരികൾ. വർഷാവർഷമെത്തുന്ന ഈ ദുരിതത്തിൽ നിന്നും എവിടേക്കെങ്കിലും മാറ്റി താമസിപ്പിക്കണമേ എന്ന അപേക്ഷ മാത്രമാണ് ഇവർക്കുള്ളത്. ക്യാമറമാൻ ഷിജോ എം ജെയിംസിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി കേന്ദ്രം ഉപേക്ഷിച്ചതോടെ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ കൈമാറിയ ഭൂമി തിരിച്ചുപിടിക്കണമെന്ന ആവശ്യം ശക്തമായി. പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടതിനാൽ സംസ്ഥാനത്തിന്റെ വികസന ആവശ്യങ്ങൾക്കായി ഭൂമി ഉപയോഗിക്കണമെന്നാണ് ആവശ്യം. 230.10 ഏക്കർ ഭൂമിയാണ് സംസ്ഥാന സർക്കാർ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്കായി കൈമാറിയത്. ഇതിൽ വ്യവസായ പാർക്കിന്റെ 129.91 ഏക്കർ ഭൂമിക്കും പുതുശ്ശേരി പഞ്ചായത്തിന്റെ 2.64 ഏക്കർ ഭൂമിക്കും പുറമെ കർഷകരിൽ നിന്നും ഏറ്റെടുത്ത 97.55 ഏക്കർ സ്വകാര്യ ഭൂമിയുമുണ്ട്. 2012 ഓഗസ്റ്റ് 17 റെയിൽവേക്ക് കൈമാറിയ ഭൂമിയിൽ കുറച്ചുഭാഗം മതിൽ കെട്ടി എന്നതൊഴിച്ചാൽ കോച്ച് ഫാക്ടറിക്കായി മറ്റൊരു നിർമ്മാണ പ്രവർത്തനവും നടന്നിട്ടില്ല. പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കിയതോടെ ഈ ഭൂമി തിരിച്ചുപിടിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. വിവിധ തരത്തിലുള്ള ഈ സ്ഥാപനങ്ങളുടെയും അതുപോലെ വകുപ്പുകളുടെയും വികസന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട മണ്ണായിരുന്നു. ഇതെല്ലാം കൈവശം കിട്ടിക്കഴിഞ്ഞപ്പോൾ കേരളത്തിന് കോച്ച് ഫാക്ടറി നിഷേധിച്ചതിന്റെ ഫലമായി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനം തടയപ്പെട്ടു, ഇൻസ്ട്രുമെന്റേഷന്റെ വികസന പ്രവർത്തനം തടയപ്പെട്ടു, വനവുമായി ബന്ധപ്പെട്ട അതിന്റെ വികസനവും നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെട്ടു. സംസ്ഥാനത്ത് വ്യവസായത്തിനും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഭൂമി ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് അതിനെയെല്ലാം മറികടന്ന് സ്വപ്ന പദ്ധതിയായ കോച്ച് ഫാക്ടറിക്കായി ഭൂമി ഏറ്റെടുത്ത് കൈമാറിയത്. എന്നാൽ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഈ ഭൂമി തിരിച്ചുപിടിച്ച് അവിടെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരത്തെ നിരത്തുകളിലേക്ക് വൈദ്യുതിയിൽ ഓടുന്ന ബസ്സുകൾ എത്തുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ സർവീസ് നടത്താനുള്ള ബസ് തിരുവനന്തപുരത്തെ KSRTC ആസ്ഥാനത്തെത്തി. പരീക്ഷണ സർവീസ് തിങ്കളാഴ്ച ആരംഭിക്കും. ദിനം തോറും വർദ്ധിക്കുന്ന ഇന്ധനവില, ഇവയുണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം, ഈ 2 പ്രശ്നങ്ങൾക്കും കൂടിയുള്ള പരിഹാരമായാണ് KSRTC പുതിയ പരീക്ഷണത്തെ കാണുന്നത്. ഹൈദരാബാദിൽ നിന്ന് വാടകയ്ക്കെടുത്ത ഇലക്ട്രിക് ബസ് പാപ്പനംകോട് ഡിപ്പോയിലെത്തിച്ചു. ബസ് ഈ മാസം 18 മുതൽ 15 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ നിരത്തിലോടും. ലാഭകരമെങ്കിൽ മാത്രം സർവീസ് തുടരാനാണ് KSRTCയുടെ തീരുമാനം.
സർവീസ് തുടരുകയാണെങ്കിൽ 300 ബസ്സുകൾ വാടകയ്ക്കെടുക്കാനാണ് പദ്ധതി. ബസ്സിനുള്ളിൽ 40 പുഷ്ബാക്ക് സീറ്റിനു പുറമെ നിരീക്ഷണ ക്യാമറയും GPS-ഉമുണ്ട്. 5 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാവുന്ന ബാറ്ററി ഉപയോഗിച്ച് 250 കിലോമീറ്റർ സഞ്ചരിക്കാം. പ്രമുഖ ഇലക്ട്രിക് ബസ് നിർമ്മാതാക്കളായ ഗോൾഡ് സ്റ്റോൺ ആണ് ഈ ബസ് സംരംഭത്തിൽ KSRTCയെ സഹായിക്കുന്നത്. ബംഗളൂരു പോലുള്ള മെട്രോ നഗരങ്ങൾക്ക് മാത്രം പരിചിതമായ പദ്ധതിക്കാണ് KSRTC കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്. തിരിച്ചുവരവിനൊരുങ്ങുന്ന KSRTCക്ക് ഇത് പുതിയ ഉണർവേകുമെന്നാണ് പ്രതീക്ഷ. ഗ്രീഷ്മ എസ് നായർ, ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്തെ നീര ഉൽപാദക സംഘങ്ങൾ വൻ കടക്കെണിയിൽ. സുസ്ഥിരമായ വിപണി കണ്ടെത്താൻ കഴിയാത്തതും തൊഴിലാളികളുടെ അഭാവവുമാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം. മന്ത്രിതല ഇടപെടൽ ഉണ്ടായിട്ടും വ്യവസായം അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. നീര കേരളത്തിന്റെ തനതുൽപ്പന്നം എന്ന പേരിൽ വിപണിയിലിറക്കിയ ആരോഗ്യപാനീയം. നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ കേര കർഷകന് വലിയ പ്രതീക്ഷ നൽകിയ പദ്ധതി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സർക്കാരിന്റെ പിന്തുണയോടെ കർഷകരെയും ഉൽപാദകരെയും തൊഴിലാളികളെയും ചേർത്ത് ഉൽപാദക സംഘങ്ങൾ ഉണ്ടാക്കി. ഒടുവിൽ ഇത് പ്രവർത്തനം തുടങ്ങിയപ്പോൾ സർക്കാർ ഇവരെ കൈവിട്ടു. നീരവിപണി കൂപ്പുകുത്തുകയാണ്. വിപണി ഇടിഞ്ഞതോടെ സർക്കാരിനെ വിശ്വസിച്ച പല സംഘങ്ങളും കോടികളുടെ കടക്കെണിയിലായി. ഈ കർഷകർ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ നീര ഉൽപ്പാദിപ്പിക്കുന്നത് നാമമാത്ര ഉൽപ്പാദനം മാത്രമാണ്. എന്നാൽ ഇത് ഭംഗിയായി കൈകാര്യം ചെയ്താൽ നാളികേര കർഷകന് ഏറ്റവും വലിയ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ്. കേരളത്തിന്റെ തനത് പാനീയമായി ആരോഗ്യ പാനീയമായി പ്രഖ്യാപിക്കണം. അതാണ് ഞങ്ങളുടെ നിലപാട്. ആ സഹായം നൽകണം. ഒരു മാസം മുമ്പ് കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിസന്ധി മറികടക്കാൻ യോഗം ചേർന്നിരുന്നുവെങ്കിലും പരിഹാരമാർഗമുണ്ടായില്ല. ഉൽപാദക സംഘങ്ങൾക്ക് ഇതിൽ വലിയ പ്രതിഷേധമുണ്ട്. മികച്ച വിപണി കണ്ടെത്തുക എന്നത് മാത്രമാണ് ഇവരുടെ മുന്നിലെ ഏകമാർഗം. അതേസമയം നാളികേര വികസന ബോർഡിന് കൃത്യമായൊരു മേധാവിയില്ലാത്തതും നീരയുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നു. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. മറ്റു വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഒന്നാണ് വൈറ്റില. ഇവിടുത്തെ ഗതാഗതക്കുരുക്കിൽ നിന്ന് പുറത്തു കടക്കുക എന്നത് അത്ര എളുപ്പമല്ല ഇപ്പോൾ. മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഗതാഗത നിയന്ത്രണത്തിനൊപ്പം റോഡിൽ രൂപപ്പെട്ട കുഴികളും കൂടിയായതോടെ ഡ്രൈവർമാർ വൈറ്റില കടക്കാൻ സർക്കസ് കളിക്കുകയാണ്. മണിക്കൂറിൽ 10,000-കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വൈറ്റില ജംഗ്ഷനിലെ അവസ്ഥയാണിത്. ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ 4 മാസം മുൻപ് ഇവിടെ മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചിരുന്നു. മേൽപ്പാലത്തിന്റെ തൂണുകളുടെ പണികൾ മാത്രമാണ് ഇതുവരെ പൂർത്തിയായിട്ടുള്ളത്. ബാക്കി പണികൾ പൂർത്തിയാക്കാൻ ഇനിയും മാസങ്ങളെടുക്കും. ഇതിനിടെയാണ് കനത്ത മഴ. മഴയെ തുടർന്ന് വൈറ്റില ജംഗ്ഷനിൽ വലിയ കുഴികൾ രൂപപ്പെട്ടു. ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായതിനൊപ്പം ബൈക്ക് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും തുടർക്കഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ റോഡൊക്കെ ശരിക്കും വീതി കൂട്ടി ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കേണ്ടതാണ്. പക്ഷെ അത് ഒരു മുൻവിധി ഇല്ലാതെ ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു കുഴി, ഇതിനേക്കാൾ വലിയ കുഴിയാണ് അപ്പുറത്ത്. ശരിക്കും പറഞ്ഞാൽ വളരെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. യാത്ര ചെയ്യാൻ പറ്റുക മാത്രമല്ല, ഞങ്ങളുടെ ഇന്ധനം വെറുതെ വേസ്റ്റായി പോകണം. നമ്മളിപ്പോൾ വെറുതെ ഫ്രീ ആയിട്ട് പണിയെടുക്കണ പോലെ ഇപ്പം 20 രൂപയുടെ ഓട്ടോ ഓടി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറോളം എടുക്കണം. അപ്പം എത്ര രൂപയുടെ ഡീസൽ പോകും? ഇപ്പോൾ അധികം ഇടവഴിക്കൂടെ പോകാൻ പറ്റണ പോലും പറ്റില്ല. അവിടെ ഫുള്ളും എല്ലാ വണ്ടികളും ബ്ലോക്കാണ്. കാറുകളൊക്കെ വന്നിട്ട് ഇതിൽ കൂടെ വരാൻ തീരെ പറ്റണില്ല. മറ്റ് സർവീസ് റോഡുകളിലൂടെയുള്ള വാഹനങ്ങളുടെ കുത്തിക്കയറ്റം ഉണ്ടാകുന്നതും സ്ഥിതി ഗുരുതരമാക്കുന്നു. അതിനാൽ തന്നെ വൈറ്റില ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് മറികടക്കാൻ മണിക്കൂറുകൾ റോഡിൽ കിടക്കേണ്ട അവസ്ഥയാണ് നിലവിൽ. ക്യാമറമാൻ ഷിജോ എം ജെയിംസിനൊപ്പം SS ശരൺ, ന്യൂസ് 18, കൊച്ചി. കോഴിക്കോട് മുക്കത്ത് മലവെള്ളപ്പാച്ചിലിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. വൈദ്യുത തൂൺ ഉൾപ്പെടെയുള്ളവ പുഴയിലേക്ക് വീണതോടെ പ്രദേശത്ത് വൈദ്യുതിയും ഇല്ല. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലും മലവെള്ളപ്പാച്ചിലിലും ഇരവഴിഞ്ഞിപ്പുഴ കരകവിഞ്ഞൊഴുകി. മുക്കം പാലത്തിന് സമീപത്തു നിന്നും കാരശ്ശേരി, കൊടിയത്തൂർ, ചോണാട് ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത്. വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെ ഇരവഴിഞ്ഞിപ്പുഴയിലേക്ക് വീണതോടെ പ്രദേശത്ത് വൈദ്യുതി ഇല്ലാതെയായി. കാരശ്ശേരി, കൊടിയത്തൂർ, ചോണാട് ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന റോഡിലെ ഗതാഗതവും തടസ്സപ്പെട്ടു. ഇത്തരത്തിൽ മണ്ണൊലിപ്പ് തുടർന്നാൽ മുക്കം കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡിന് തന്നെ ഭീഷണിയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ ഇത് തകർന്നത് കാരണം നമ്മളെ നാട്ടിലേക്കുള്ള വൈദ്യുതി അതുപോലെ ഗതാഗതം വളരെ താറുമാറായിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണം എന്നാണ് ഞങ്ങൾക്ക് അധികൃതരോട് ആവശ്യപ്പെടാനുള്ളത്. കാരശ്ശേരി, ചോണാട്, കൊടിയത്തൂർ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൌസും അപകട ഭീഷണിയിലാണ്. വൈദ്യുതി ഇല്ലാത്തതിനാൽ ഇവിടെ നിന്നുള്ള പമ്പിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. ന്യൂസ് 18, മുക്കം. ഇനി കാർഷിക കേരളം. മത്സ്യകൃഷിയിൽ നൂതന പരീക്ഷണങ്ങൾ നടത്തുകയാണ് വൈക്കം സ്വദേശി മനോജ് ലൂക്ക് എന്ന യുവ കർഷകൻ. 10 വർഷം നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ചാണ് മനോജ് കാർഷിക രംഗത്ത് ചുവടുവയ്ക്കുന്നത്.
വിഷരഹിതമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മനോജ് എന്ന യുവ കർഷകൻ കാർഷിക രംഗത്ത് ചുവടുറപ്പിച്ചത്. 2 പതിറ്റാണ്ടോളമായി തരിശുകിടന്ന ഭൂമിയൊരുക്കി പച്ചക്കറിയും വാഴയുമെല്ലാം കൃഷി ചെയ്തു. 7 മാസങ്ങൾക്ക് മുൻപാണ് മത്സ്യകൃഷിയിലും പരീക്ഷണം നടത്താൻ തീരുമാനിച്ചത്. ഫാമുകൾ സന്ദർശിച്ചും ഇന്റർനെറ്റിന്റെ സഹായത്തോടെയും മത്സ്യകൃഷിയുടെ ശാസ്ത്രീയ പാഠങ്ങൾ മനസ്സിലാക്കിയ മനോജ് ആദ്യ കൃഷിയിൽ നിന്ന് ലഭിച്ച പ്രായോഗിക പാഠങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷി വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. വിദേശ ഇനമായ തായ്ലൻഡ് തിലോപ്പിയയും നാടനിനമായ കാരിയുമാണ് മനോജിന്റെ 1 ഏക്കറോളം വരുന്ന കുളത്തിൽ ഇപ്പോൾ നീന്തി തുടിക്കുന്നത്. അടുത്ത ഘട്ടമായി രുചിപ്പെരുമ കൊണ്ട് വിദേശീയരെ പോലും ഞെട്ടിച്ച കേരളത്തിന്റെ സ്വന്തം കരിമീൻ കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് മനോജ്. കഴിഞ്ഞ ഒരു 5 മാസം കഴിഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ കഴിഞ്ഞ 1.5 മാസമായിട്ട് മീനുകളെ പിടിച്ച് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ തായ്ലൻഡ് തിലാപ്പിയാണ് നമ്മൾ ആദ്യമായിട്ട് ഇത് ചെയ്തത്. പക്ഷേ വളരെ നല്ല രീതിയിൽ ആൾക്കാർ പക്ഷേ ഒരു നെഗറ്റീവ് അപ്രോച്ചായിരുന്നു. ഈ മീനുകൾ ഒരു വളർത്തുമീൻ എന്നുള്ള രീതിയിലാണ് കണ്ടത്. പക്ഷേ അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് വളരെ തൃപ്തിയായി. ഇപ്പോൾ വളരെയധികം ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ വരാറുണ്ട്. സർക്കാർ ഏജൻസികളുടെ സഹായം നവാഗതരായ കർഷകരിലേക്ക് കൂടുതലായി എത്തിക്കാൻ കഴിഞ്ഞാൽ യുവാക്കളെ ഈ രംഗത്തേക്ക് ആകർഷിക്കാൻ കഴിയുമെന്ന് മനോജ് പറയുന്നു. കേരളത്തിലേക്ക് പുതുതായി എത്തിയ പച്ചക്കറിയും മീനും സംയോജിത കൃഷിയിലൂടെ വിളയിക്കുന്ന അക്വാപോണിക്സ് കൃഷിരീതിയിലും പരീക്ഷണത്തിനൊരുങ്ങുകയാണ് ഈ യുവ കർഷകൻ. ന്യൂസ് 18 വൈക്കം. അത്തർ നിർമ്മാണത്തിന് പേരുകേട്ടതും അറേബ്യൻ നാടുകളിൽ മാത്രം കണ്ടുവരുന്നതുമായ ഊത് മരങ്ങൾ കേരളത്തിലും. ഇവിടുത്തെ മണ്ണിലും ഊത് കൃഷി ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു തരികയാണ് പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് കേന്ദ്ര ജുമാ മസ്ജിദ് കമ്മിറ്റി. അറബി നാട്ടിൽ മാത്രമേ ഊതുമരങ്ങൾക്ക് വളക്കൂറുള്ളൂ എന്ന മിഥ്യാധാരണ ഇനി വേണ്ട. കൂറ്റനാട് മസ്ജിദിന്റെ വളപ്പിലാണ് സുഗന്ധവാഹിനിയായ ഊതുമരങ്ങൾ വളർന്നത്. 20 തൈകളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടത്. 3 വർഷത്തെ പരിചരണം കൊണ്ട് മരങ്ങൾ പൂർണ്ണ വളർച്ചയിലെത്തി. മരത്തിന്റെ പട്ടയിൽ നിന്നാണ് സുഗന്ധ ഉൽപ്പന്നമായ ഊതുണ്ടാക്കുന്നത്. പള്ളി കമ്മിറ്റിയാണ് ഊതുമരങ്ങൾ നട്ടു വളർത്തിയത്. ഷംസുദ്ദീൻ കോട്ടേപ്പാടം തന്റെ സ്വന്തം പ്ലാന്റേഷനിൽ കൃഷി ചെയ്ത ഊതുമരത്തിന്റെ തൈകൾ മസ്ജിദിലേക്ക് നൽകുകയായിരുന്നു. കേരളത്തിലുടനീളം ഊത് കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. സുഗന്ധ ഉൽപ്പന്നത്തിന് പുറമെ ഔഷധ നിർമ്മാണത്തിനും ഊതുമരങ്ങളുടെ കായ്കൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഷംസുദ്ദീൻ കോട്ടേപ്പാടം പറയുന്നു. ഇവർക്ക് പരമാവധി പള്ളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പരമാവധി നമ്മൾ അദ്ദേഹം പറഞ്ഞതുപോലെ അതിന്റെ കായ ഒരു മെഡിസിൻ ആവശ്യത്തിന് എടുക്കുന്നതാണ്. ആ കായ നമ്മൾ ഇവിടുന്ന് സ്വരൂപിച്ച് അത് മാർക്കറ്റിൽ ലഭ്യമാക്കാവുന്ന മെഡിസിൻ പ്രൊഡക്റ്റായിട്ട് വരുന്നതാണ്. ഊതുമരങ്ങളിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ വിദേശ മാർക്കറ്റുകളിൽ വിലയുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. കേരളത്തിലും ലോകകപ്പ് ആവേശം. എങ്ങും ലോകകപ്പ് ലഹരിയാണ്. യഥാർത്ഥ ലോകകപ്പ് റഷ്യയിലാണെങ്കിലും തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് ഒരു ലോകകപ്പ്. കൊച്ചുവേളി സെന്റ് ജോസഫ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് മിനി ലോകകപ്പ് സംഘടിപ്പിച്ചത്. ലോകകപ്പ് ആവേശം പല രൂപത്തിലുണ്ട്. ഫുട്ബോൾ ക്ലബ്ബുകൾക്ക് പേരുകേട്ട തിരുവനന്തപുരത്തെ തീരമേഖലയിൽ ഇത് ഉത്സവകാലമാണ്. റഷ്യയിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് സമാന്തരമായി മിനി ലോകകപ്പാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വേൾഡ് കപ്പ് ഫുട്ബോൾ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഏകദിന ടൂർണമെന്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പുറകിലായിട്ടുള്ള ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 10ഓളം ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ടൂർണമെന്റാണ് സംഘടിപ്പിക്കുന്നത്. വേൾഡ് കപ്പിന്റെ അതേ മാതൃകയിൽ വേൾഡ് കപ്പിന്റെ ആഘോഷ പരിപാടികൾ റഷ്യയിൽ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മളിവിടെ ഇന്നലെ വൈകുന്നേരം വലിയ വിപുലമായ ഒരു രീതിയിൽ ഒരു ബൈക്ക് റാലി, അതിനനുസരിച്ച് തന്നെ തുടർന്നുള്ള ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാവരും ഈ സെന്റ് ജോസഫ് സ്പോർട്സ് ക്ലബിന്റെ എല്ലാ കളിക്കാരും അഭ്യുദയകാംക്ഷികളും ഇന്ന് ഗ്രൗണ്ടിൽ സജീവമാണ്. സ്പോർട്സ് എന്നത് ഒരു വികാരമാണ്. ഒരു പന്തിന് ചുറ്റും ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ കൊച്ചുവേളി സെന്റ് ജോസഫ് സ്പോർട്സ് ക്ലബ്ബും അതിനു ചുറ്റുമായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിനോടൊപ്പം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, ജർമ്മനി, ഇംഗ്ലണ്ട്, പോർച്ചുഗൽ തുടങ്ങി ലോകത്തെ മുൻനിര ടീമുകളെല്ലാം ഇവിടെയുണ്ട്. കൊച്ചുവേളി സെന്റ് ജോസഫ് ഫുട്ബോൾ ക്ലബ്ബിലെ അംഗങ്ങളാണ് തങ്ങളുടെ ഇഷ്ട ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ് കളത്തിലിറങ്ങുന്നത്. മത്സര വിജയികൾക്കായി ലോകകപ്പ് മാതൃകയിലുള്ള കപ്പും സ്വന്തമാക്കാം. ന്യൂസ് 18 തിരുവനന്തപുരം. പഴമയുടെയും പാരമ്പര്യത്തിന്റെയും ഓർമ്മപ്പെടുത്തലുമായി ഓച്ചിറക്കളി. അങ്കച്ചുവടുകളും അടവുകളും പ്രദർശിപ്പിക്കാൻ വ്രതം നോറ്റാണ് യോദ്ധാക്കൾ ഓച്ചിറ പടനിലത്ത് എത്തിയത്. തനിമ നഷ്ടപ്പെടാത്ത ഓണാട്ടുകരയുടെ ആയോധനകല കാണാൻ നിരവധി പേരെത്തി.
കൊല്ലം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് യുദ്ധസ്മരണകൾ പുതുക്കി ഓച്ചിറക്കളി. പ്രത്യേക വായ്ത്താരിയോടെ വടി, വാൾ, പരിച എന്നിവ ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിന് സമീപമുള്ള വെട്ടുകണ്ടത്തിൽ യോദ്ധാക്കൾ ഏറ്റുമുട്ടിയത്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിനും പരിശീലനത്തിനും ശേഷമാണ് കളി. പടനിലത്തെത്തിയ കളിസംഘങ്ങളെ ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും സ്ഥാനികളും ചേർന്ന് പരബ്രഹ്മ ഭൂമിയിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് കരഘോഷയാത്രയും കരക്കളിയും നടന്നു. കരക്കളിക്ക് ശേഷം കരനാഥന്മാർ എട്ടുകണ്ടത്തിന്റെ മധ്യഭാഗത്തിറങ്ങി കര പറഞ്ഞ് ഹസ്തദാനം നടത്തിയാണ് കളി ആരംഭിച്ചത്. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകൾ ഉൾപ്പെടുന്ന ഓണാട്ടുകരയിലെ 52 കരകളിൽ നിന്നുമായി 300ഓളം കളി സംഘങ്ങളാണ് കളിയിൽ പങ്കെടുത്തത്. ഓച്ചിറ കളിക്കാൻ വരുന്നു എന്ന് പറയുമ്പം എൻ്റെ 2 തലമുറ കഴിഞ്ഞ് 3ാമത്തവനാണ് ഞാൻ. എനിക്കിപ്പോൾ 81 വയസ്സുണ്ട്. ഈ 81 വയസ്സിൻ്റെ കാലയളവിൽ ഇപ്പോഴും ഞാൻ ഇവിടെ വന്ന് കളിക്കുന്നു. കളിയിൽ പങ്കെടുക്കുന്നവർക്ക് പാരിതോഷികങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ഭരണസമിതി. ആ സംഘങ്ങൾ ഏതാണ്ട് 1 മാസമായി അവരവരുടെ കരകളിലും അവരുടെ കളരികളിലും ഇത് അവരെ അഭ്യാസ മുറകളെല്ലാം പയറ്റി. വെട്ടുകണ്ടത്തിലെ കളിക്ക് ശേഷം തടിക്കണ്ടത്തിലും കളി നടത്തി ക്ഷേത്ര തീർത്ഥകുളത്തിൽ സ്നാനത്തിന് ശേഷം യോദ്ധാക്കൾ പിരിഞ്ഞു. ന്യൂസ് 18 കൊല്ലം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇനി 9 മണി ഒറ്റ നോട്ടത്തിൽ കാണാം. ഇടവേളയ്ക്ക് ശേഷം